നമസ്കാരം. ജർമ്മനിയിലെ തപാൽ സേവന ദാതാക്കളായ DHLന് വേണ്ടി സർവീസ് നടത്തുന്ന ഒരു കാർഗോ വിമാനം ലിത്വാനിയൻ തലസ്ഥാനമായ വിൽനിയസിന് സമീപമുള്ള ഒരു ജനവാസ കേന്ദ്രത്തിൽ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അപകടത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായെങ്കിലും തക്ക സമയത്ത് സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചതിനാൽ വലിയ ദുരന്തമായി ഇത് മാറിയില്ല. വിമാനത്തിൽ 2 പൈലറ്റുമാരും 2 DHL ജീവനക്കാരും ഉൾപ്പെടെ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി. ജർമ്മനിയിലെ ലൈപ്സിഗിൽ നിന്ന് പറന്നുയർന്ന വിമാനം ലിത്വാനിയയിലെ വിൽനിയസ് വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെ മാത്രമാണ് തകർന്നു വീണത്. അപകടത്തിൽപ്പെട്ടത് ബോയിങ് 737 വിമാനമാണ്. വിമാനത്തിന് 31 വർഷത്തിലേറെ പഴക്കവുമുണ്ട്. എയ്റോ ഇന്റർനാഷണൽ രജിസ്ട്രേഷനോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാർഗോ വിമാനങ്ങളായി ഇത്തരം പഴക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിമാനാപകടത്തിന്റെ കാരണം ഇതേവരെ വ്യക്തമായിട്ടില്ല. സംഭവം അട്ടിമറിയാണെന്ന് വലിയ സംശയങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവുകളും അന്വേഷണത്തിൽ ഇതേവരെ ലഭിച്ചിട്ടില്ല.